ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് പുട്ടുപൊടിയാണ്, അതായത് ഒരു വർഷം വരെ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന പുട്ടുപൊടി. അതിന് ഞാൻ 8 കിലോ പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. ആ പുഴുങ്ങലരി ഇതുപോലെ നല്ല രീതിയിൽ കഴുകിയെടുക്കണം. കഴുകിയിട്ട് കല്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കളയണം. അപ്പോൾ കഴുകുമ്പം കണ്ടോ, വെള്ള നിറത്തിലുള്ള അത് ഫുള്ള് മാറണം. അത് ഫുള്ള് മാറിയിട്ട് നല്ല തെളിഞ്ഞ വെള്ളമായി കിട്ടുന്ന വരെയും നമ്മളിത് ഇതുപോലെ കഴുകിയെടുക്കുക. ഓരോ ഘട്ടമായിട്ട് നമ്മളിത് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു എന്താ പറയുക, വല പോലെയുള്ള സംഭവം ഉണ്ടെങ്കിൽ അതിനകത്ത് അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ടതിന് ശേഷം 8 കിലോ അരിയും ഇതുപോലെ കഴുകിയിട്ടിടുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഇങ്ങനെ കഴുകുക, എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ വെള്ളമെല്ലാം ജസ്റ്റ് ഒരു അരമണിക്കൂർ മാത്രമേ വേണ്ടൂ. അരമണിക്കൂർ വെള്ളമെല്ലാം പോയി കിട്ടും. അപ്പത്തേന് നന്നായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇതെല്ലാം കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തിട്ട് ഇതുപോലെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. നല്ല രീതിയിൽ ഇതുപോലെ പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൽ കൂടുതൽ വേണമെങ്കിൽ എടുത്ത് വെക്കാൻ പറ്റും. അങ്ങനെ 8 കിലോ അരിയും കഴുകി ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. അരമണിക്കൂറിന് ശേഷം ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, എന്നാൽ അരമണിക്കൂറിന് ശേഷം എടുക്കുമ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു ഈർപ്പം മാത്രമേ ഉണ്ടാവൂ. ആ രീതിയിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇതാ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, ഈർപ്പം എല്ലാം പോയിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനിയിപ്പം നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇതൊരു കവറിലാക്കുക. നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അത് മാറ്റിയതിന് ശേഷം നമുക്ക് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരാം. അങ്ങനെ പൊടിച്ച് അവിടുന്ന് വറുത്ത് കിട്ടിയതാണിത്. വറുത്ത് കിട്ടിയത് കൊണ്ടുവന്ന പാടെ നമ്മൾ ഇതുപോലെ നിരത്തി കൊടുക്കണം. നല്ലതായിട്ട് നിരത്തി കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ചൂടാറണം. ചൂടാറുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ നിരത്തി കൊടുത്തിട്ട് ചൂട് തണിയാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അതിനുശേഷം നമ്മൾ നല്ലൊരു കണ്ടെയ്നർ ബോക്സിലോ അല്ലെങ്കിൽ പാത്രം ഉണ്ടെങ്കിൽ അതിനകത്തോ ഇട്ട് വെക്കുകയാണ് വേണ്ടത്. പുട്ടുപൊടിയെല്ലാം നല്ലതായി തണിഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാറ്റി വെക്കണമെങ്കിൽ, ഒരാഴ്ചത്തേക്കുള്ള മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെച്ചിട്ട് എടുക്കാം. അപ്പം ഞാൻ പുട്ട് എങ്ങനെയാണ് ചുടുന്നതെന്ന് കാണിച്ചു തരാം. 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെ പച്ചവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ചൂടുവെള്ളമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പച്ചവെള്ളം എടുത്തിട്ട് കുറേശ്ശെയായിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 1 കപ്പ് എടുത്താലും ഈ പുട്ടുപൊടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് കുഴച്ച് വരുമ്പോഴത്തേനും കുറച്ചും കൂടി കൂടുതൽ അളവിൽ ഇത് കിട്ടും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചത്. അപ്പം ഞാനിത് പുട്ടുപൊടി ഉണ്ടാക്കിയിട്ടുള്ളത് റേഷനരിയിലാണ്. 8 കിലോ പുട്ടുപൊടിയാണ് പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് മട്ടയരി, അതായത് റേഷനരിയുടെ തന്നെ മട്ടയരി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ 8 കിലോ ഒക്കെ എടുക്കുമ്പോൾ 1 കിലോ ഇതുപോലത്തെ വെള്ള പുഴുങ്ങലരിയും കൂടെ ആഡ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒട്ടും അംശമില്ലാതെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വരെ ഇത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പുട്ടെല്ലാം ഒരു അഞ്ചൊന്നും വേണ്ട, ഒരു 3 മിനിറ്റ് നേരം ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ പുട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം അല്ലേ, അതാണ് പുട്ടിൻ്റെ ഒരു ശരിയായ ഒരു ഭാഗം എന്ന് പറയുന്നത്. അങ്ങനെ ഇതുപോലെ നമ്മൾ കട്ടകളൊന്നും ഉണ്ടാവില്ല ഈ പൊടിക്ക്. ഇതുപോലെ എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുട്ടുകുറ്റിയിലേക്ക് സാധാരണ പുട്ട് നരയ്ക്കുന്ന പോലെ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരിത്തിരി പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നിറച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കുറച്ച് അതായത് പഴത്തിൻ്റെ പുട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഇങ്ങനെ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ രാവിലെ തിരക്ക് കാരണം അതൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ജസ്റ്റ് ഞാൻ നേന്ത്രപ്പഴം എങ്ങനെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ പുട്ടിൻ്റെ പഴംപുട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിറച്ചതിന് ശേഷം നമുക്ക് ആവി കയറ്റി എടുക്കാവുന്നതാണ്.
അങ്ങനെ പുട്ട് നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ പുട്ട് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ പഴത്തിൻ്റെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.